ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വോറിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മെസ്സേജസ് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ പ്ലീസ് ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുടെ കൂടിയും ഷെയർ ചെയ്യാം. മേ ബി ഈ മെസ്സേജസ് അവർക്ക് വേണ്ടിയിട്ടും ഉണ്ടാവും. ചില മെസ്സേജസ് അവർക്കും റെസൊനേറ്റ് ആവും. അതല്ലാണ്ട് ഞാൻ പേഴ്സണൽ റീഡിങ്സും ചെയ്യാറുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പ്രൈവറ്റ് റീഡിങ്സ് ആണ്, പക്ഷെ അത് പെയ്ഡ് റീഡിങ്സ് ആണ്. അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. അതിൽ നിങ്ങളുടെ എനർജി മാത്രമാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. ആൻഡ് വേറെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല ഇത് എനിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ആണോ അല്ലേന്ന്. അത് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർ ആയാൽ നിങ്ങൾക്ക് എല്ലാം വീഡിയോസിൻ്റെ ആക്സസ് ഇമ്മീഡിയറ്റ്ലി കിട്ടും. ഞാൻ അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് ആക്സസ് കിട്ടും. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ഔട്ട് ചെയ്യാം. ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോവാം. ആൻഡ് എന്താണ് അവിടെ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സിൻ്റെ മെസ്സേജിന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ടവർ. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി എന്താണ്? 5 ഓഫ് കപ്സ്. നിങ്ങളുടെ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ എന്താണ്? 9 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ലിയോ, ഇവിടെ ഞാനൊരു ഷോക്കിംഗ് റെവലേഷൻ ആണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തോ റീസെൻ്റ്ലി എന്തോ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, മനസ്സിലായി. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വലിയ ഫൈറ്റ് ഉണ്ടായി, വഴക്കുണ്ടായി. അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു സഡൻ ചേഞ്ച് ആണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സ് പറഞ്ഞ ഈ റിലേഷൻഷിപ്പിൽ മുമ്പേ നിങ്ങൾ ഹാപ്പി ആയിരുന്നു, പക്ഷെ ഇപ്പോൾ സഡൻലി കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഇപ്പോൾ എന്തോ നിങ്ങൾ ഒരു എൻഡിങ്ങിൻ്റെ എനർജിയിലാണ്. അപ്പോൾ ഞാനിവിടെ കാണുന്നത് ഒരു എൻഡിങ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ. ഈ പേഴ്സന്റെ എനർജി 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവർക്കും കുറെ റിഗ്രറ്റ് ഉണ്ട്. എന്താ നിങ്ങളെ രണ്ടാളുടെയും ഇടയ്ക്ക് ഉണ്ടായിച്ച ഈ പേഴ്സണിന് അതിന് കുറെ ഗിൽട്ട് ഉണ്ട്, റിഗ്രറ്റ് ഉണ്ട്. അപ്പോൾ അവരും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഡെഫിനറ്റ്ലി ഒരു ബ്രേക്കപ്പ് മാതിരി ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ 9 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ രണ്ടാളും സിംഗിൾ എനർജിയിലാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് ക്ലാരിഫൈ ചെയ്യാം. ഈ ടവർ സ്കോർപിയോ എനർജിയാണിത്. എന്താണ് ഇവിടെ ഈ ടവർ ഉണ്ടായേ? അപ്പോൾ ഇവിടെ 9 ഓഫ് വാൻഡ്സ് ഉണ്ട് ആൻഡ് കിങ് ഓഫ് വാൻഡ്സ്. ഈ പേഴ്സന്റെ എനർജിയിൽ 5 ഓഫ് കപ്സ് എന്താണ്? വേൾഡ്, 2 ഓഫ് സോർഡ്സ്. ആൻഡ് നിങ്ങൾ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ ഈ 9 ഓഫ് പെന്റിക്കിൾസ് എന്താണ്? ക്വീൻ ഓഫ് കപ്സ് ആൻഡ് സ്റ്റാർ. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ എൻഡിങ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോകാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസ് കുറെ ലോ ആയിരുന്നു. നിങ്ങൾക്ക് കുറച്ചൊരു പേടിയും ഉണ്ട്. അത് ഇപ്പൊ നിങ്ങൾക്ക് ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊരു റിസർവ്ഡ് എനർജിയിലാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ഈ പേഴ്സന്റെ എനർജിയിലും ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. വേൾഡ്, അവരും ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോവാൻ ശ്രമിക്കണേ. പക്ഷെ ഇവിടെ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്. അത് നിങ്ങളുടെ കൂടെ വൺസ് മോർ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ വഴിയുണ്ടോ എന്ന്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് ഹീലിംഗ് ആണ്. ഓക്കെ, ഹീലിംഗ് എനർജീസ്. നിങ്ങൾ രണ്ടാളും ഇമോഷണലി ഇൻവോൾവ് ആയിരുന്നു. നിങ്ങൾ രണ്ടാളുടെയും മനസ്സിൽ ഇപ്പോഴും ലവ് ഉണ്ട്.
പക്ഷെ ഇവിടെ എന്തോ ഞാൻ പറഞ്ഞ മാതിരി ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യാനാണ് നോക്കണത്. ആൻഡ് ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ്? എംപറർ, ആൻഡ് 8 ഓഫ് വാൻഡ്സ്. ഈ പേഴ്സണിന്റെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് എന്താണ്? 7 ഓഫ് വാൻഡ്സ് ആൻഡ് ക്വീൻ ഓഫ് സോർഡ്സ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ പേഴ്സണെ കുറെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും സെയിം ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ ഈ പേഴ്സണെ അഡ്മയർ ചെയ്യുന്നുണ്ട് കുറെ. ഈ പേഴ്സൺ മാരീഡ് ആയിരുന്നു, അതായിരിക്കും റീസൺ നിങ്ങൾ രണ്ടാളും ബ്രേക്കപ്പ് ചെയ്ത്. പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സണിന്റെ കൂടെ ആദ്യം ഒരു കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും ഫ്യൂച്ചറിൽ. ഈ പേഴ്സണിന്റെ എനർജിയിൽ 7 ഓഫ് വാൻഡ്സ് ആണ് ആൻഡ് ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. അവർക്ക് പേടി എന്താ വെച്ചാൽ നിങ്ങൾ ഇവരെ ബ്ലോക്ക് ചെയ്തു എന്നാണ് പേടി. അവർക്കറിയാം അത് ഇവിടെ എന്തോ ഒരു നിങ്ങൾ രണ്ടാളുടെയും എന്തോ ഒരു സിറ്റുവേഷന്റെ കാരണം നിങ്ങൾ കുറെ അപ്സെറ്റ് ആണെന്ന് അവർക്കറിയാം. ഇവർക്കും നിങ്ങളുടെ കൂടെ ഫ്രാങ്ക് ആയി കാര്യങ്ങൾ തുറന്ന് പറയണം എന്നുണ്ട്. പക്ഷെ അവർക്ക് പേടി എന്താ വെച്ചാൽ നിങ്ങൾ ഇവരെ ബ്ലോക്ക് ചെയ്തോ എന്നാണ് അവർക്ക് പേടി. നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവര് ലെറ്റ് ഗോ ചെയ്യാൻ റെഡി അല്ല. അവര് ഫൈറ്റ് ചെയ്യും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ എന്താണ് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്താണ് ബ്ലോക്ക്? നിങ്ങളുടെ സൈഡിൽ എന്താണ് ബ്ലോക്ക് ഉണ്ടായേ? ഈ പേഴ്സന്റെ സൈഡിൽ എന്താണ് ബ്ലോക്ക്? അപ്പൊ ഇവിടെ ബ്ലോക്കേജിൽ ഞാൻ കാണുന്നത് 6 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ സൈഡിന് ബ്ലോക്ക്, നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഷുവർ അല്ല ഇത് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലേന്ന്. ഈ പേഴ്സന്റെ സൈഡിന് ബ്ലോക്ക് എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ് ബ്ലോക്ക്. അവർക്കും ഒരു സ്റ്റാഗ്നൻസി ആണ് ഫീൽ ചെയ്യണത്. അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ അവർക്ക് അറിയില്ല എങ്ങനെയാ അത് ചെയ്യണ്ടേന്ന്. അപ്പോ എന്താണ് നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്? അപ്പൊ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാൻ വഴിയുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഹീൽ ചെയ്യാനാണ് നോക്കണം. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടായി, വഴക്കുണ്ടായിച്ചാൽ നിങ്ങൾ ഇപ്പോ തൽക്കാലം ഈ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യാനാണ് ശ്രമിക്കണേ, ഓരൽസ് ഈ റിലേഷൻഷിപ്പിന് ഹീൽ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കണേ. ഈ പേഴ്സന്റെ എനർജിയിൽ 6 ഓഫ് പെന്റിക്കിൾസും ഹൈറോഫാണ്ട് ആണ്. അപ്പൊ ഇവരുടെ എനർജിയിൽ ഞാനൊരു ഇംബാലൻസ് ആണ് കാണുന്നത്. അവരുടെ സൈഡിന് അവർക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ അവരുടെ പാർട്ട്ണറിനെ വിടാൻ തയ്യാറല്ല. ഓക്കെ, രണ്ടും റിലേഷൻഷിപ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവർ ശ്രമിക്കണേ. അപ്പൊ അവരുടെ സൈഡിലാണ് തേർഡ് പാർട്ടി അവർക്ക് അവരുടെ പാർട്ട്ണറിനെ വിടണം എന്നില്ല. ഓക്കെ, അപ്പോ എന്താണ് ഇവിടെ മേ ബി അവർ മാരീഡ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവർക്ക് അവരുടെ മാരേജിനെ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്, ബട്ട് നിങ്ങളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ആക്ഷൻ ഉണ്ടാവുക ഫ്യൂച്ചറിൽ? ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും കുറെ സമയം എടുക്കും ആദ്യം തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. എന്നുവെച്ചാൽ നിങ്ങളുടെ സൈഡിൽ ഞാൻ കാണുന്നത് നിങ്ങൾ കുറെ വർക്ക് ഫോക്കസ്ഡ് ആണ്. ഇപ്പൊ കരിയറിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഇവിടെ കുറെ ഗോസിപ്പ് ഉണ്ട് നിങ്ങളെ കുറിച്ച്. നിങ്ങളെ പറഞ്ഞ മാതിരി ഒരു ഓഫീസിൽ തന്നെയാണ് വെച്ചാൽ നിങ്ങളെ കലീഗ്സിന് ഓൾറെഡി എന്തോ സംശയം ഉണ്ട്, അത് നിങ്ങൾ രണ്ടാളുടെയും എന്തോ ഒരു അഫെയർ ഉണ്ടായിന്ന്. അപ്പോൾ വേറെ ആൾക്കാരും ഇതിൽ കുറെ ഒരു അൺഹെൽതി വൈബ്സ് ആണ് ഞാൻ കാണുന്നത് അവരുടെ സൈഡിൽ നിന്ന്. അവരുടെ ഇന്റർഫിയറൻസും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോ തൽക്കാലം ഒരു ആക്ഷനും എടുക്കാൻ പോകുന്നില്ല. ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത് അവരും കുറെ സ്ലോ മൂവിങ് എനർജിയിലാണ്. അവർക്കും കുറച്ച് സമയം വേണം ഹീൽ ചെയ്യാൻ. അപ്പൊ അവരുടെ സൈഡിൽ നിന്നും അങ്ങനെ ആക്ഷൻ ഇപ്പോ ഉണ്ടാവില്ല. അവരും സമയം എടുക്കും ഈ റിലേഷൻഷിപ്പിനെ ആദ്യം റെക്ടിഫൈ ചെയ്യണം വെച്ചാൽ അവർക്കും അതിന് സമയം എടുക്കും. അപ്പൊ എന്താണ് ഇവിടെ ഔട്ട്കം?
നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം എന്താണ്? അപ്പൊ ഇവിടെ കുറെ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, തൽക്കാലം ഞാൻ കാണുന്നത് ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ല നിങ്ങളുടെ രണ്ടാളുടെയും മനസ്സിൽ. മേ ബി നിങ്ങൾ വേറെ ഓപ്ഷൻസ് ഓർ ന്യൂ ബിഗിനിങ്ങിന്റെ ഡിറക്ഷനിലേക്ക് ആയിരിക്കും പോകുന്നുണ്ടാവുക. ഓൾദോ ഇവിടെ ഞാൻ ഒരു സ്പൈങ് എനർജി കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു പേഴ്സൺ മറ്റേ ആളുടെ സോഷ്യൽ മീഡിയനെ സ്പൈ ചെയ്യുന്നുണ്ട്. അത് ഈ പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ സോഷ്യൽ മീഡിയനെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവുക, ഓരോ നിങ്ങളായിരിക്കും ഈ പേഴ്സന്റെ സോഷ്യൽ മീഡിയനെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ ഞാൻ കാണുന്നുണ്ട് ചിലപ്പോൾ മെസ്സേജസ് ഉണ്ടാവാൻ വഴിയുണ്ട്. പക്ഷെ അത് കാട്ടിലും മുമ്പോട്ട് ഇവിടെ ഞാൻ ഒരു പ്രോഗ്രസ് കാണില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സന്റെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഈ പേഴ്സന്റെ മെസ്സേജ്, ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഹീൽ നൗ. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ അവരുടെ ഹീലിംഗിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത് ഈ സമയത്ത്. യു ആർ ദ ബെസ്റ്റ് തിങ് ഇൻ മൈ ലൈഫ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഐ ബറി മൈ സെൽഫ് ഇൻ വർക്ക് ടു ഫൊർഗെറ്റ് യു. അപ്പോൾ ഈ സമയത്ത് അതാണ് നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ കരിയറിലാണ് ഫോക്കസ് ചെയ്യണത്, ഹീൽ ചെയ്യാനാണ് നോക്കണത്. അപ്പൊ ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ട് കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ലിയോ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ടോറസ് ഉണ്ട്, ഏരീസ് ഉണ്ട്, അക്വേരിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മേജർ സൈൻസ്. സ്കോർപ്പിയോ ഉണ്ട്. ഇതാണ് മേജർ സൈൻസ് ഇവിടെ ഞാൻ കാണുന്നത്. ആൻഡ് ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യണം വെച്ചാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, മറ്റ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ഔട്ട് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.